ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഡെയിലി. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ അരിയുടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും കാര്യം നേഴ്സോ ടി വി കണ്ടൊക്കെ എവിടെയെങ്കിലും ഇരിക്കും, അരി അവിടെ തിളച്ച് പോകും. അപ്പോൾ അങ്ങനെ അരി തിളച്ച് പോകുന്നത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ കലത്തിൻ്റെ വക്കിലുണ്ടല്ലോ സൈഡിൽ നമ്മൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി. പക്ഷേ മൂടി വെക്കരുത്. അരി നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും തിളച്ച് പോകും. ഇതുപോലെ തുറന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച് പൊന്തി പുറത്തേക്ക് പോകുമെന്നുള്ളൊരു പേടി വേണ്ട. പിന്നെ ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അളവിൽ ചോറുണ്ടാക്കില്ലേ, അപ്പോൾ 2 തുള്ളി നാരങ്ങനീര് ഒഴിച്ച് ചോറ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവുന്നത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനൊന്നും മറക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഈ ടിപ്പ് ശരിക്കും എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് ശരിക്കും എന്താ പറയുക, അത്ര വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു തമാശയ്ക്ക് ചെയ്ത് വയ്ക്കുക. പക്ഷേ ഇതെന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഈ പരിപ്പ്, കടല, പയറ് സംഭവങ്ങളൊക്കെ നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വിസിൽ വരാൻ വേണ്ടി വെക്കല്. അപ്പോൾ എന്തായാലും നമുക്ക് തിളച്ച് പോകണ ഒരു പ്രശ്നമുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ വിസിലിൻ്റെ മേലെ ഇതുപോലെ പേപ്പർ കപ്പിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് മേലെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും പിന്നെ പുറത്ത് പോകില്ല കേട്ടോ. ഫസ്റ്റ് വിസിലിന് മുമ്പ് എനിക്കിത് പേപ്പർ കപ്പ് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് മൊത്തം അവിടെയൊക്കെ ആകെ നാശമായി കിടക്കുന്നത്. അത് പിന്നീട് വിസിലടിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടുവല്ലോ, ഒരു തുള്ളി പോലും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഇപ്പോൾ തണുവ് കാലമൊക്കെ ആകുമ്പോൾ, മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലാസ്കിൽ വെള്ളം, ചൂടുവെള്ളം സൂക്ഷിച്ച് വെച്ച് നമ്മളങ്ങനെ ഉപയോഗിക്കണവരാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് കുറേ നാളിങ്ങനെ ഫ്ലാസ്കിൽ വെള്ളം വെച്ച് കഴിയുമ്പോൾ ഫ്ലാസ്കിലൊക്കെ ഒരു ബാഡ് സ്മെല്ല്, ഒരു എന്താ പറയുക, ഒരു ഇരുമ്പിൻ്റെ സ്മെല്ലോ, ആ വെള്ളം അങ്ങനെ ഒരുപാട് ഇപ്പോൾ കിണറ്റിലത്തെ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിലും ചില സമയത്ത് നമുക്കൊരു സ്മെല്ല് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സ്മെല്ല് മാറിക്കിട്ട് ഒരു ഫ്രഷ് സ്മെല്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു 3-4 കരയാമ്പ് എടുത്ത് നമ്മൾ ആ ഫ്ലാസ്കിൻ്റെ ഉള്ളിലോട്ട് ഇടാം. എന്നിട്ട് നമ്മൾ ഇപ്പം ഞാൻ ഒഴിക്കാൻ പോകുന്ന വെള്ളം ചെറിയ ചൂടുവെള്ളമാണ്, അതായത് തീരെ തണുത്ത വെള്ളമല്ല എന്നാൽ പക്ഷേ തിളച്ച വെള്ളമല്ല, ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ആ ഫ്ലാസ്കിലോട്ട് വയ്ക്കുക. അപ്പോൾ ആ വെള്ളം, ആ ചൂട് കൊണ്ട് ആ കരയാമ്പൂവിൻ്റെ സ്മെല്ലും ഫ്ലേവറൊക്കെ പുറത്തോട്ട് വരും. ഇതിപ്പോൾ രാത്രിയിൽ ചെയ്ത് വെച്ചാൽ മതി. നേരം വെളുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാഡായിട്ടുള്ള സ്മെല്ലൊക്കെ പോയി കിട്ടും. നമുക്ക് ഫ്ലാസ്കിൽ മാത്രമല്ല കെറ്റിലും നമുക്ക് ഇതുപോലെ രാത്രിയിൽ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ് സ്മെല്ല് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളിലൊക്കെ നമ്മൾ ഫ്ലാസ്കിൽ വെള്ളം കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ഒരു മാസത്തിലൊരിക്കലും അങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ വിശേഷ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കുത്തി നിറച്ച് വെക്കും. പിന്നെ ഒരു എന്തിൻ്റെയൊക്കെയോ സ്മെല്ലായിരിക്കും പിന്നെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് വരാം. അപ്പോൾ അങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇത് എന്താ പറയുക, നീരില്ലാത്ത നാരങ്ങ കേട്ടോ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ നാരങ്ങയും പിന്നെ കുറച്ച് ഗ്രാമ്പും 2 കഷ്ണം പട്ടയും കൂടി ഇത് ചെറു ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറേ ദിവസങ്ങളിൽ നമുക്കത് അങ്ങനെ ഒരു ഫ്രഷ് സ്മെല്ല് നിലനിർത്താൻ പറ്റും കേട്ടോ. ഈ പട്ടയും ഗ്രാമ്പും നാരങ്ങയുടെ തൊണ്ടൊക്കെ ഇടുന്ന കാരണം കൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ് സ്മെല്ല് നമ്മുടെ ഫ്രിഡ്ജിലുണ്ടാവും. ബാഡ് സ്മെല്ല് ഒരിക്കലും പുറത്തേക്ക് വരില്ല. ചെറുതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പുകൾ, ഒരുപാട് ടിപ്പുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സേവ് ചെയ്തിടുക. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്തിട്ടോളൂ. അപ്പോൾ നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ്. അപ്പോൾ ഹെർബൽ ടൂത്ത് പേസ്റ്റ് എടുക്കരുത്. ക്ലോസപ്പോ കോൾഗേറ്റോ അങ്ങനത്തെ ഹെർബൽ അല്ലാത്ത ഏത് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അതിലൊരു 1-1.5 ടീസ്പൂണോളം നമ്മളിതിൽ ടൂത്ത് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി പിന്നെ അതിന് ശേഷം നമുക്ക് നാരങ്ങ നീരാണ് വേണ്ടത്. അതിപ്പോൾ ഞാനിവിടെ വലിയ നാരങ്ങ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി നീരോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു അരമുറി നാരങ്ങ നീര് ഒഴിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ. എപ്പോഴും നമ്മുടെ ക്ലീനിങ് പരിപാടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരാളാണ് ബേക്കിംഗ് സോഡ. അതും ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ വെച്ചിട്ട് ഒരുപാട് ക്ലീനിങ് ടിപ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംഭവത്തിലും ഈ ബേക്കിംഗ് സോഡയും വിനീഗറും നാരങ്ങനീരും വരുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു പവർ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മളിവിടെ ടൂത്ത് പേസ്റ്റും കൂടി ഉപയോഗിച്ചേക്കണ കാര്യം കൊണ്ട് നല്ല അടിപൊളി ക്ലീനിങ് ടിപ്പാണ്. ഇതെന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലീനിങ് ടിപ്പിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ വിനീഗർ. അപ്പോൾ അതും ഞാനിവിടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനീഗറും ബേക്കിംഗ് സോഡയും കൂടി ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ സംഭവം ഒന്ന് പതഞ്ഞ് പൊന്താൻ തുടങ്ങും. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ കുറച്ച് കുഴിയുള്ളൊരു പാത്രം എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് പതഞ്ഞ് പൊന്തും. അപ്പോൾ നമുക്കിതിന് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടി മുമ്പ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കാരണം ആ ടൂത്ത് പേസ്റ്റൊക്കെ അല്ലെങ്കിൽ നമുക്ക് മെൽറ്റായി കിട്ടില്ല.
അപ്പോൾ നല്ലോണം അപ്പോൾ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ പതഞ്ഞിങ്ങനെ പൊന്തി വരണുണ്ടോ. അപ്പോൾ വെള്ളം കൂടി ഒഴിക്കുമ്പോൾ പിന്നെയും പതഞ്ഞ് പൊന്തും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കുഴിയുള്ളൊരു പാത്രം എടുക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ലോണം ആ പേസ്റ്റൊക്കെ നല്ലോണം ഒന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെയും നമ്മൾ ചേർക്കുന്നത് ചെറിയ ചൂടുവെള്ളമാണ്. എന്നാലാണത് ശരിക്കും എന്താ പറയുക, ആ ഒരു പേസ്റ്റ് നമുക്ക് ശരിക്കും ഒന്ന് മെൽറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ചൂടുവെള്ളമാണ് നമ്മളിനി ബാക്കി ആ കുപ്പിയിലോട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ വീണ്ടും പതഞ്ഞ് പൊന്തി വരണത് പുറത്തേക്ക് തള്ളിപ്പോരും. അപ്പോൾ 2 പാർട്ടായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ച് വെക്കാം കേട്ടോ. പിന്നെ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്നതിനെക്കാട്ടി മുമ്പ് നമ്മുടെ സ്പ്രേ ബോട്ടിൽ നല്ലവണ്ണം ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കണം കേട്ടോ. ഇത് നമുക്കൊരു 1 വീക്കിലോട്ടായിട്ട് നമുക്കിത് ചെയ്ത് വെക്കാം. എല്ലാ ദിവസവും നമ്മൾ രാത്രി കിടക്കണേക്കാട്ടി മുമ്പ് നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലും നമ്മുടെ വാഷിംഗ് ബേസിനിലും എല്ലായിടത്തും നമുക്ക് ഉപയോഗിച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ കിച്ചണൊക്കെ കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഫ്രഷ് സ്മെല്ലോട് കൂടിയും ഫ്രഷ് ആയിട്ടുള്ളൊരു കിച്ചണിലോട്ടായിരിക്കും നമ്മൾ എഴുന്നേറ്റ് വരിക. ചില കാര്യങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ ഒരു എഫക്റ്റ് കിട്ടില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് ക്ലിയർ ആവും. ഇതിപ്പോൾ എന്തോ വീണ് കിടന്ന് അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അപ്പം തന്നെ എന്തെങ്കിലും വീണ അപ്പം തന്നെ നമുക്ക് സ്റ്റൗ ടോപ്പ് തുടച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാകും. ചില സമയത്ത് നമ്മൾ മറന്നു പോകും. ചില രാത്രി എല്ലാം കഴിഞ്ഞ് ക്ലീൻ ആക്കണ സമയത്തായിരിക്കും നമ്മൾ ഉരച്ച് ചിലപ്പോൾ കഴുകേണ്ടി വരാം. ഇതിപ്പോൾ ഞാൻ വെറും ടിഷ്യൂ ഉപയോഗിച്ചിട്ടാണ് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ടു ടിഷ്യൂ ഉപയോഗിച്ച് ജസ്റ്റ് തുടച്ചെടുത്തപ്പോൾ കണ്ടോ ഒട്ടും ആയാസമില്ലാതെയാണ് നമ്മൾ തുടച്ചെടുക്കണത്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും ഞാൻ പ്രാവശ്യം വെയിറ്റ് ചെയ്തില്ല. ജസ്റ്റ് സ്പ്രേ ചെയ്തു, അപ്പോൾ തന്നെ ടിഷ്യൂ എടുത്ത് തുടച്ചു. പിന്നെ അതിന് ശേഷം ഒരു നനഞ്ഞ ടവൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ ടിഷ്യൂ കൊണ്ടോ എങ്ങാനും ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ ക്ലീനായി. ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, പരിപ്പ് തിളച്ച് തൂവി പോയിട്ട് കുക്കറിൽ നിന്ന് പോയിട്ട് അതും ഉണങ്ങി പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് കണ്ടു നോക്കാം. ഇതും കുറച്ച് സമയം എടുത്തിട്ടായത് കാരണം കൊണ്ട് ഇത് നല്ലോണം അവിടെ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ആ ടിഷ്യൂ വെച്ചിട്ട് ആ കടുകും സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര സമയം എടുത്തിട്ടാണ് നമുക്കിത് എത്രത്തോളം ഇത് എഫക്റ്റീവായിട്ട് ക്ലീൻ ആവേണ്ടതെന്നുള്ളത് നമുക്ക് ലൈവായിട്ട് തന്നെ കണ്ടുനോക്കാം. ഇതാ പേസ്റ്റും സോഡാപ്പൊടിയും എല്ലാം കൂടി ചേർന്ന കാരണം കൊണ്ടാണ് ഇത്രയും ഒരു ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റെയിനൊക്കെ കളയാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിടണുള്ളൂ. അത് കഴിഞ്ഞ് വെറും ടിഷ്യൂ വെച്ചിട്ടാണ് നമ്മൾ തുടച്ചെടുക്കണേ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും എത്ര ഫാസ്റ്റായിട്ട് നമ്മുടെ പണി കഴിയുന്നുള്ളത്. നോർമലി ഇങ്ങനത്തെയൊക്കെ സ്റ്റെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്തിടും. അത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ എനിക്ക് സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഉരച്ചെടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നെ ടിഷ്യൂ വെച്ച് തുടച്ച് പിന്നെ അത് കഴിഞ്ഞ് തുണി വെച്ച് തുടച്ച് 2-3 ട്രിപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യൽ. ഇതിപ്പോൾ നിമിഷം നേരം കൊണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞ് ക്ലീനായി. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവണില്ല അതിൻ്റെ ഒരു എഫക്റ്റ്. പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ രാത്രിയിൽ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സിങ്ക് ക്ലീൻ ആക്കില്ലേ, അപ്പോഴും നമുക്ക് ഈ സ്പ്രേ ഒന്ന് ചെയ്തിട്ട് ഉരച്ച് കഴുകുകയാണെങ്കിൽ നല്ല പുതുപുത്തൻ പോലെ നല്ലൊരു ബ്രൈറ്റ്നസ്സും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ്, വാഷിംഗ് ബേസിൻ അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ മിറർ, ഗ്ലാസ്, നമ്മുടെ വിൻഡോ ഒക്കെ നല്ല എന്താ പറയുക, ശരിക്കും ഈ പൊടിയൊക്കെ പിടിച്ച് ഒരു ഡള്ളായിട്ടിരിക്കുകയാണ്, ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന വിൻഡോസൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് തുടച്ചെടുത്തിട്ടാണെങ്കിൽ നല്ല എന്താ പറയുക, നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ അത്ര അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ അതെ നമ്മുടെ അടുത്ത അടിപൊളി ടിപ്പാണ് നമ്മുടെ കംഫർട്ട് ഉപയോഗിച്ചിട്ടുള്ള ടിപ്പ്. എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റാണ്. അപ്പോൾ ഇതും ഒരു മസ്റ്റ് ട്രൈ ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതും ഒരുപാട് എന്താ പറയുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. ഇത് ശരിക്കും എന്താ പറയുക, ഒരു പോസിറ്റീവ് സ്മെല്ലുണ്ടല്ലോ, ഒരു പോസിറ്റീവ് വൈബ്, ഒരു ഫ്രഷ് സ്മെല്ലൊക്കെ നമ്മുടെ കിച്ചണിലും ഹാളിലും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ടിപ്പ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും കണ്ടു നോക്കണം. ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ അതിൻ്റെ ലിങ്കും കൂടി കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഈ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതേ കംഫർട്ട് അതിൻ്റെ ഒരു അടപ്പിൽ ഞാനൊരു 1/2 പാത്രം അടപ്പാണ് ഞാൻ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ പുതിയത് ലുലുന്ന് എനിക്ക് പുതിയ ഒരു സ്മെല്ലോട് കൂടി കിട്ടിയേക്കണ ഒരു കംഫർട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ടിപ്പിൽ ഉപയോഗിച്ച കംഫർട്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം, അത് വേറൊരു സ്മെല്ലായിരുന്നു. ഇത് ശരിക്കും ഒരു പെർഫ്യൂമിൻ്റെ ഒരു സ്മെല്ലുള്ളൊരു കംഫർട്ടാട്ടോ. അതുപോലെ വിനീഗർ അതും ഒരടപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ ഒരു ഫ്രഷ് സ്മെല്ല് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കംഫർട്ടിൻ്റെ സ്മെല്ലിനെ ബേസ് ചെയ്തിരിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു പെർഫ്യൂം ബേസ്ഡ് ആയിട്ടുള്ളൊരു കംഫർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ മണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ശരിക്കും നല്ല സ്മെല്ലുള്ള കംഫർട്ട് നോക്കിയെടുക്കുക.
ഇതിലിപ്പോൾ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് കംഫർട്ടും വിനീഗറും മാത്രം. എന്നിട്ട് നമ്മളിത് സ്പ്രേ ബോട്ടിലാക്കി അടച്ചു വെക്കുകയാണ്. ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഡൈനിങ് ടേബിൾ പെട്ടെന്ന് പോയി ഓടിപ്പോയി ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ എത്ര പറഞ്ഞാലും അതെന്ന് പറയുക ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സൊല്യൂഷൻ തീരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അത് ഉറപ്പാണ്. എനിക്ക് ഈ ടിപ്പ് ഏറ്റവും ഉപകാരപ്രദമാകുന്നത് നമ്മൾ വീട്ടിൽ ഫിഷ്, പ്രത്യേകിച്ച് മത്തി സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സിങ്ക് ഒരു പ്രത്യേക വൃത്തികെട്ട സ്മെല്ലായിരിക്കും. അതൊക്കെ ഈ സംഭവം വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും. അതുപോലെ ഗസ്റ്റ് വരണേക്കാട്ടിയും മുമ്പ് നമുക്കിതുപോലെ വാഷിംഗ് ബേസിനോ മിറർ എല്ലാം ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ഈ സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ക്ലീനിങ് എന്നുള്ള സംഭവത്തിനെക്കാട്ടിയും കൂടുതൽ ഒരു ഫ്രഷ്നെസ്, ഒരു പോസിറ്റീവ് ഒരു സ്മെല്ലൊക്കെ നമ്മുടെ കിച്ചണിലോട്ടും എന്താ പറയുക ഡൈനിങ് ഏരിയയിലോട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഹെൽപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഇതും ഒരു മസ്റ്റ് ട്രൈ ടിപ്പാണ്, എല്ലാവരും ചെയ്ത് നോക്കാം. കംഫർട്ട് ഒരു ചെറിയ പുള്ളിക്കാരനല്ല. നമ്മൾ തറ തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇതുപോലെ ഒരു അടപ്പ് കംഫർട്ട് ഉപയോഗിച്ച് നമ്മുടെ തറ തുടച്ച് വയ്ക്കി വീട് മൊത്തം നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ടിപ്പുകൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത ടിപ്പായിട്ട് നമുക്ക് കാണാം.